ഹലോ, ഇത് കാക്കനാടുള്ള ഉരുള റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോയാണ് കേട്ടോ. ഞങ്ങളവിടെ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സൂപ്പായിരുന്നു. ഹോട്ട് ആൻഡ് സവർ ചിക്കൻ സൂപ്പാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സൂപ്പ് നല്ലതായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ലോലിപോപ്പായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വലിയ ചിക്കൻ ലോലിപോപ്പ് കാണുന്നത്. അതിലെ ഒരു ലോലിപോപ്പിൽ നിന്നും കുറച്ചെടുത്ത് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ്റെ സ്കിന്നും കൂടെ വെച്ചിട്ടാണ് കേട്ടോ അവർ ലോലിപോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, ടേസ്റ്റും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് പിന്നെ കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പാൽക്കപ്പയും ബീഫ് കറിയാണ് കേട്ടോ. വറുത്തരച്ച ബീഫ് കറി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു വറുത്തരച്ച ബീഫ് കറി. കാക്കനാട് പോകുമ്പോൾ എപ്പോൾ ഈ ഷോപ്പിലേക്ക് നോക്കിയാലും നല്ല തിരക്ക് കാണാറുണ്ട് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഷോപ്പിൻ്റെ ഉള്ളിലെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല കേട്ടോ. പാൽക്കപ്പയും ബീഫ് കറിയും കൂടാതെ ഞങ്ങൾ പാലപ്പം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ പാൽക്കപ്പയും ബീഫ് കറിയും ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും അറിഞ്ഞില്ല കേട്ടോ. അതറിയാതെയാണ് ഞങ്ങൾ പാലപ്പം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആദ്യം ഞാൻ പാൽക്കപ്പയാണ് കേട്ടോ കഴിച്ചു നോക്കിയത്. ഞാൻ മുൻപും 2-3 തവണ പാൽക്കപ്പ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു പാൽക്കപ്പയുടെ ടേസ്റ്റ് അല്ലായിരുന്നു കേട്ടോ ഇതിന്. ഒരു ഫ്രഷ്നെസ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പാൽക്കപ്പയ്ക്ക്. പിന്നെ ബീഫ് കറി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത പാൽക്കപ്പയും ബീഫ് കറിയും എങ്ങനെയൊക്കെയോ ഞാൻ കഴിച്ച് തീർത്തു കേട്ടോ. പിന്നെ പാലപ്പമൊന്നും ഞങ്ങൾ കഴിച്ചില്ല. ബാലൻസ് വന്ന ഫുഡും പാലപ്പവും ഞങ്ങൾ പാഴ്സൽ ചെയ്യാണ് ചെയ്തത്. മൊത്തത്തിൽ ഫുഡ് അത്ര ഓക്കെ അല്ലായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.